ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലൻ പോളയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോള റെഡിയാക്കാൻ പോകുന്നത്. ഇഫ്താറിനെല്ലാം ട്രൈ ആക്കാൻ പറ്റുന്ന അടിപൊളി പോളയാണ്. നമുക്ക് പരത്താനും കുഴക്കാനും ഒന്നും നിൽക്കേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 3 എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് നമുക്ക് ഒരു 3-4 വിസിലടിക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നമുക്കതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിൻ്റെ കളറിൽ ഇതുപോലെ ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിപ്പോൾ ചിക്കനും ബീഫെല്ലാം വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷേ നമ്മളിന്ന് ചിക്കനും ബീഫിനൊക്കെ പകരമായിട്ട് പൊട്ടാറ്റോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ, അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ പൊട്ടാറ്റോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇതേപോലെ യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മുട്ട മാത്രം എടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ കാണാൻ കുറച്ച് രസമുണ്ടാവും. അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 20 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം സെറ്റായിട്ട് വരും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം കൂടി ആവാനുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ പോള റെഡി ആയിട്ടുണ്ട്. പൊട്ടാറ്റോയും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.